Hello, I am Ruba Tasli. My topic is variable in C. Variable in C. A variable is a named of a memory location. മെമ്മറി ലൊക്കേഷൻ്റെ നെയിമിനെയാണ് വാരിയബിൾ എന്ന് പറയുന്നത്. ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷനിലാണ്. ആ മെമ്മറി ലൊക്കേഷനിൻ്റെ നെയിമിനെ വാരിയബിൾ എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. ഈ വാരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റനെല്ലാം സ്റ്റോർ ചെയ്യണത്. ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈം. വാരിയബിളിൻ്റെ വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര ടൈം വേണമെങ്കിലും റീയൂസ് ചെയ്യാനും പറ്റും. ഇറ്റ് ഈസ് എ വേ ടു റെപ്രസെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ത്രൂ സിംബൽസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. മെമ്മറി ലൊക്കേഷനെ ഒരു സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ് വാരിയബിൾ. സിമ്പൽ ഉപയോഗിച്ച് ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു വാരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം. ടൈപ്പും വാരിയബിൾ ലിസ്റ്റും. ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, ചാറ് അങ്ങനത്തെ. വാരിയബിൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ABC അങ്ങനെയല്ല. അതിൻ്റെ എക്സാമ്പിളൊക്കെ ഇൻറ്റ് A. ഇൻറ്റ് എന്ന് പറയുന്ന ടൈപ്പും A എന്ന് പറയുന്ന വാരിയബിൾ ലിസ്റ്റുമാണ്. അതേപോലെ ഫ്ലോട്ട് B, ചാർ C. ആൻഡ് ABC ആർ വാരിയബിൾസ്. ABC വാരിയബിൾസ് ആണ്. ദാറ്റ് ഇൻറ്റ്, ഫ്ലോട്ട്, ചാറ് ഡാറ്റ ടൈപ്പുമാണ്. വാരിയബിൾ ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസ് നോക്കാം. റൂൾസ് ഫോർ ഡിഫൈനിങ് വാരിയബിൾസ്. എ വാരിയബിൾസ് ക്യാൻ ഹാവ് ആൽഫബറ്റ്, ഡിജിറ്റ് ആൻഡ് അണ്ടർസ്കോർസ്. ഒരു വാരിയബിളിൽ ആൽഫബറ്റും ഡിജിറ്റും അണ്ടർസ്കോറും ഉണ്ടാവും. എ വാരിയബിൾ നെയിം ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ആൽഫബറ്റ് ആൻഡ് അണ്ടർസ്കോർ ഓൺലി. ഒരു വാരിയബിളിൻ്റെ നെയിം നമുക്ക് ആൽഫബറ്റ് അണ്ടർസ്കോർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻറ്റ് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നോ വൈറ്റ് സ്പേസ് ഈസ് അലൗഡ് വിത്തിൻ ദ വാരിയബിൾ നെയിം. വാരിയബിൾ നെയിമിൻ്റെ ഉള്ളിൽ വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. എ വാരിയബിൾ നെയിം മസ്റ്റ് നോട്ട് ബി എനി റിസർവ്ഡ് വേർഡ്സ് ഓർ കീവേഡ്സ്. എക്സാമ്പിൾ ഇൻറ്റ്, ഫ്ലോട്ട്, എക്സെട്ര. ഒരു വാരിയബിളിൻ്റെ നെയിമിൽ കീവേഡ് ആയിരിക്കരുത്. എക്സാമ്പിൾ ഇൻറ്റ്, ഫ്ലോട്ട് അങ്ങനത്തെ വേർഡ്സ് പാടില്ല. ടൈപ്സ് ഓഫ് വാരിയബിൾസ് ഇൻ സി. ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ, സ്റ്റാറ്റിസ്റ്റിക് വേരിയബിൾ, ഓട്ടോമാറ്റിക് വേരിയബിൾ, എക്സ്റ്റേണൽ വേരിയബിൾ. അതിൽ ഫസ്റ്റ് വണ് ലോക്കൽ വേരിയബിൾ ആണ്. എ വേരിയബിൾ ദാറ്റ് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ഫങ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കോൾഡ് എ ലോക്കൽ വേരിയബിൾ. ഒരു ഫങ്ഷൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണതാണ് ലോക്കൽ വേരിയബിൾ. അതിൻ്റെ എക്സാമ്പിൾ പറയണത് വേർഡ് ഫങ്ഷൻ 1. അതിൻ്റെ ഉള്ളിലാണ് ഇൻറ്റ് എക്സ് 10. അപ്പോൾ ഉള്ളിൽ വരുന്നത് ലോക്കൽ വേരിയബിൾ. സെക്കൻഡ് വൺ ഗ്ലോബൽ വേരിയബിൾ. എ വേരിയബിൾ ദാറ്റ് ഈസ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദ ഫങ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കോൾഡ് എ ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഇൻറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് ഇതിൽ ഗ്ലോബൽ വേരിയബിൾ. അത് ഫങ്ഷൻ്റെ പുറത്താണ്. എക്സ് എന്ന് പറയുന്നതാണ് ലോക്കൽ വേരിയബിൾ. അത് ഫങ്ഷൻ്റെ ഉള്ളിലാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക് വേരിയബിൾ. എ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് വിത്ത് ദ സ്റ്റാറ്റിക് കീവേഡ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് വേരിയബിൾ. സ്റ്റാറ്റിക് കീവേഡ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. അത് എക്സാമ്പിളൊക്കെ ഇൻറ്റ് എക്സ് പറയുന്നത് ലോക്കൽ വേരിയബിൾ. സ്റ്റാറ്റിസ്റ്റിക് ഇൻ വൈ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് വേരിയബിൾ ആണ്. സ്റ്റാറ്റിക് ഇൻ വെച്ചാണ് അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓൾ വേരിയബിൾ ഇൻ സി ദാറ്റ് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ബ്ലോക്ക് ആർ ഓട്ടോമാറ്റിക് വേരിയബിൾ ടു ഡിഫോൾട്ട്. നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ വേരിയബിൾസും ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആയിരിക്കും. ഓട്ടോ കീവേഡ് ഉപയോഗിച്ചാണ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇൻറ്റ് എക്സ് 10. അപ്പോൾ എക്സ് ലോക്കൽ വേരിയബിളും ആൾസോ ഓട്ടോമാറ്റിക്കുമാണ്. നമ്മളൊരു ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ളത് ഒക്കെ ഓട്ടോമാറ്റിക് വേരിയബിളേക്കാരം. പിന്നെ വൈ അറിയണ ഓട്ടോ ഇൻറ്റ് വെച്ചുകൊണ്ട്
ഡിക്ലെയർ ചെയ്ത് 20, അത് ഓട്ടോ വേരിയബിളാണ്. ഇനി എക്സ്റ്റേണൽ വേരിയബിൾ. വി ക്യാൻ ഷെയർ എ വേരിയബിൾ ഈസ് മൾട്ടിപ്പിൾ സി സോഴ്സ് ഫയൽ ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ വേരിയബിൾ. ഒരു എക്സ്റ്റേണൽ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വേരിയബിളിനെ മൾട്ടിപ്പിൾ സി ഫയലിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എക്സ്റ്റേൺ എന്ന കീവേഡ് ഉപയോഗിച്ചാണ് ഡിക്ലെയർ ചെയ്യുക. ടു ഡിക്ലെയർ ആൻ എക്സ്റ്റേണൽ വേരിയബിൾ ടു നീഡ് ടു യൂസ് എക്സ്റ്റേൺ കീവേഡ്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് എക്സ്റ്റേൺ ഇൻറ്റ് എക്സ്. അപ്പോൾ ആ എക്സ് പറയുന്നത് എക്സ്റ്റേണൽ വേരിയബിൾ. ആൾസോ ഗ്ലോബലുമാണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആൾസോ ഗ്ലോബലുമാണ് എക്സ്റ്റേണൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി എങ്ങനെയാണ് ഒരു വേരിയബിൾക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യാൻ നോക്കാം. ഡാറ്റ വാല്യൂ ആർ അസൈൻ ടു ദ വേരിയബിൾ ആസ് ഫോളോസ്. വേരിയബിൾ നെയിം ഈക്വൽ ടു ഡാറ്റ വാല്യൂ. ആദ്യം നമ്മൾ ഒരു വേരിയബിൾ നെയിം എടുക്കുക. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ മാർക്ക് ഈക്വൽ ടു ഡാറ്റ വാല്യൂ പറയുന്നത് 5. അതേപോലെ തന്നെ സി ഒരു വേരിയബിൾ നെയിമാണ്. അതിക്ക് ഡാറ്റ വാല്യൂ എന്ന് കൊടുത്ത്